നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന കുജനെ കുറിച്ചാണ്. ഈ രാശിചക്രത്തിൽ മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും ആധിപത്യം കുജന് നൽകിയിട്ടുണ്ട്. ഈ വൃശ്ചികം രാശിയിൽ കുജനോടൊപ്പം കേതു കൂടെ ഉണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രാശികളാണ്, കാലപുരുഷന്റെ വളരെ പ്രധാനപ്പെട്ട രാശികളാണ്. ഈ അഷ്ടമം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കുജനെ പോലെയുള്ള കഴിവുള്ള ഒരു ഗ്രഹത്തിന് മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുജന്റെ ഒറിജിൻ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട്. ഒന്ന്, പരമശിവന്റെ നെറ്റിയിൽ നിന്നും പുറത്തു വന്ന വിയർപ്പിൽ നിന്നുണ്ടായതാണ്, ഭൂമിദേവിക്ക് വിയർപ്പിൽ നിന്നുണ്ടായതാണ് കുജൻ എന്നൊരു സങ്കല്പമുണ്ട്. ഈ രക്തത്തിലുണ്ടായതാണെന്ന് മറ്റൊരു സങ്കല്പവുമുണ്ട്. ഇത് പരമശിവനും ഭൂമിദേവിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ വിഷ്ണുവും മഹാവിഷ്ണുവും ഭൂമിയും തമ്മിൽ ഉണ്ടായ ഒരു ബന്ധത്തിൽ ജനിച്ചതാണ് കുജൻ എന്നും വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയായാലും അമ്മ ഭൂമിദേവി തന്നെയാണ്. അപ്പോൾ ഈ കുജൻ എന്ന് പറയുന്നത് വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഒക്കെ ഒരു സ്വാധീനം, ശിവന്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കുജൻ പൗരുഷത്തിന്റെ, ധൈര്യത്തിന്റെ, സ്ഥൈര്യത്തിന്റെ, ഇച്ഛാശക്തിയുടെ, നമുക്ക് ആംബിഷൻ എന്ന് പറയുന്നത് കുജനിൽ കൂടിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കായിക രംഗങ്ങളിൽ സംസാരശേഷി, ആരോഗ്യം, ഇതൊക്കെ കുജനാണ്. കുജൻ ബലവാൻ അല്ലെങ്കിൽ നമ്മൾ പല മേഖലകളിലും പരാജയം നേരിടേണ്ടി വരും. ബലവാനാകുന്ന പലതരത്തിലും ബലവാനാകാം. നീചനായിട്ട് നിന്നാൽ നീചഭംഗ രാജയോഗം ഉണ്ടാകാം. അങ്ങനെ പല രൂപത്തിൽ ജാതകത്തിലെ മൊത്തം ഘടന നോക്കിയിട്ടാണ് ഈ കുജൻ ബലവാനാണോ നീചനാണോ എന്ന് നാം മനസ്സിലാക്കുന്നത്. എങ്ങനെയായാലും കുജന് കുറേ പേരുകളുണ്ട്. അങ്കാരകൻ, ഭൗമൻ, മംഗൾ എന്നൊക്കെ പേരുകളുണ്ട്. ഈ മംഗൾ എന്ന് പറഞ്ഞാൽ ശുഭത്വമാണ് അവിടെ പറയുന്നത്. പക്ഷേ നമ്മുടെ ജാതക ചിന്തകളിൽ, പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിൽ കുജന്റെ സ്ഥാനത്ത് ചില സ്ഥാനങ്ങളിൽ കുജൻ നിന്നാൽ കല്യാണത്തിന് ദോഷം വരും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. കുജന്റെ ശക്തി അനുകൂലമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സെപ്പറേഷനൊക്കെ വന്നുകൂടായികയില്ല. കാരണം കുജൻ വളരെ ശക്തവാനാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അത് നേടിയെടുക്കുന്ന സ്വഭാവക്കാരാണ്. എതിരായി നിൽക്കുന്നവരെ നിഷ്കാസനം ചെയ്യുന്ന സ്വഭാവവും കുജനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ കാലം പ്രത്യേകിച്ചും നമ്മൾ സ്വയം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, അത് ആണായാലും പെണ്ണായാലും, വിഘടിക്കാനും നമ്മളെ അനുസരിക്കാതിരിക്കാനുമുള്ള സാധ്യതകളൊക്കെയുണ്ട്. അത് കുജൻ എല്ലാ സമയത്തുമല്ല. കുജൻ വീക്കായാലാണ് പ്രത്യേകിച്ചും കുജന്റെ ദോഷങ്ങൾ പറയുക. കാരണം ദോഷത്തിൽ വീക്കായിട്ട് നിൽക്കുന്ന കുജനാണ് നമ്മുടെ സ്വഭാവം കൂടുതൽ ദ്വേഷമുണ്ടാകുന്നതും മറ്റുള്ളവരോട് അസൂയമുണ്ടാകുന്നതും ഒക്കെ വീക്ക് കുജന്റെ ഇൻഡിക്കേഷൻസ് ആണ്.
കുജൻ ബലവാനാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ, ഉദ്ദേശം എന്താണോ അത് നേടിയെടുക്കലാണ് കുജന് പ്രാധാന്യം കൊടുക്കുക. കുജൻ ബലവാനായിട്ട് നിൽക്കുന്ന ജാതകക്കാർ എപ്പോഴും ആക്റ്റീവായിരിക്കും. അവർ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നതല്ല അവരുടെ ലക്ഷ്യം. സ്വന്തം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക. അതാണ് കുജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് എതിരായി വരുന്നവരെ കുജൻ നേരിടും. അതാണ് ഒരു മാർഷൽ പവർ, ഒരു പട്ടാള മേധാവിയുടെ പവർ കുജനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ കുജൻ ബലവാനായി നിൽക്കുന്ന ആൾക്കാർ പട്ടാളത്തിലും പോലീസിലൊക്കെ വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ കുജൻ പൗരുഷത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യത്തിൻ്റെയും ഒക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ്. 4 കൈകൾ കുജന് സങ്കല്പിക്കപ്പെടുന്നുണ്ട്. ഒരു കൈയിൽ ശൂലം, മറ്റൊന്നിൽ തൃശൂലം, മറ്റൊന്നിൽ ഗദ, 4ാമത്തെ ഒരു കൈയിൽ താമര. ഇതാണ് 4 കൈകളിലും കുജൻ ഉപയോഗിക്കുന്നത്. ഒപ്പം സഞ്ചരിക്കുന്നത് ഒരു ആട്ടിൻ്റെ പുറത്താണ്. കുജനെ പറ്റിയിട്ടുള്ള നമുക്ക് അറിയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. രൂപത്തിലുള്ള വിവരങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇനി സ്വഭാവം ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് യുദ്ധ നിപുണതയാണ് പ്രധാനമായും കുജന് നമ്മൾ കൊടുക്കുന്ന ഒരു സവിശേഷത. ആ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ ബോർഡർ കോൺഫ്ലിക്റ്റ് അല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന, നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് എതിരായി വരുന്ന കാര്യങ്ങളെ അതിജീവിക്കുന്നതാണ് ഈ കുജൻ എന്ന ഗ്രഹം നമുക്ക് തരുന്ന ബ്ലെസ്സിങ്സ്. അപ്പോൾ എപ്പോഴും കുജനെ നമ്മൾ ബലവാനാക്കണം. ആ ബലവാനാക്കുന്നതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറ്റിയ ഒരു ഡയറ്റി അത് സുബ്രഹ്മണ്യനാണ്. ശിവന്റെ മറ്റൊരു പുത്രനാണ് സുബ്രഹ്മണ്യൻ. സ്കന്ദൻ, വേലായുധൻ എന്നൊക്കെ പല പേരുകളുമുണ്ട്. യുദ്ധനിപുണനാണ്. യുദ്ധത്തിന് വേണ്ടി തന്നെ ജനിച്ച ഒരു ദൈവമാണ് സുബ്രഹ്മണ്യൻ. തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു ദേവനാണ്. സ്നേഹം കൊണ്ട് തമിഴ്നാട്ടുകാർ സുബ്രഹ്മണ്യനെ വല്ലാതെ അങ്ങോട്ട് സേവിക്കുന്നുണ്ട്. അത്തരം ഒരു സേവനം നമ്മൾ കൊടുക്കണം. സുബ്രഹ്മണ്യന് കൊടുത്താൽ കുജന്റെ ബലക്കുറവുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായി തീരും. ബലക്കുറവ് എന്ന് പറഞ്ഞാൽ ഈ രാശികളിൽ കുജനൊരു ഫയർ എലിമെൻ്റാണ്. അപ്പോൾ എല്ലാ അഗ്നിരാശികളും അവിടെ നിൽക്കുന്ന കുജനും ബലവാനായി. പിന്നെ ഈ ശനിയുടെ രാശിയായ മകരത്തിൽ ഉച്ചനാണ്. കാരണം അവിടെ ജോലി ചെയ്യാനുള്ള വളരെ അനുകൂലമായ ശനിയുടെ ആ ഡിസിപ്ലിനുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ജോലി ചെയ്യാനുള്ള ഉയർന്ന സാധ്യത മകര രാശിയിലുണ്ട്. അവിടെ കുജൻ വലിയ അധ്വാനിയാണ്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമാണത്. അതേ അവസരത്തിൽ കർക്കിടകത്തിൽ കുജൻ നീചമാണ്. അവിടെ ഋഷിമാർ പറയുന്നത് കർക്കിടകത്തിലെ കുജൻ നീചനാണെങ്കിലും എല്ലാ ഗ്രഹങ്ങളുടെയും നീചഭംഗത്വം വരുത്തുന്നത് ചന്ദ്രസ്വാധീനമാണ്. അപ്പോൾ ചന്ദ്രന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജന് അത്തരം ഒരു നീചത്വം പറയരുത് എന്നൊരു ചെറിയൊരു ക്ലോസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജാതകത്തിൽ കർക്കിടക കുജനെ നോക്കി സർക്കാർ ജോലിയൊക്കെ പറയും. അങ്ങനെ ഒരു ഭാഗം അങ്ങനെയുണ്ട്. കുജൻ ബലവാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുകേടുണ്ടാകും. ഒരു കാര്യത്തിലും ഒരു ശുഷ്കാന്തി കാണിക്കുകയില്ല. ലേസിനെസ് ആയിരിക്കും, വിദ്വേഷ്യമായിരിക്കും. സഹോദരങ്ങളുമായിട്ട് പോലും നല്ല ഒരു ബന്ധമുണ്ടായിരിക്കില്ല. കാരണം 3ാം ഭാവത്തിൻ്റെ ആധിപത്യമുണ്ട് കുജന്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അതും ഫ്രണ്ട്സ് സർക്കിളും മോശമായിരിക്കും കുജൻ വീക്കായാൽ.
കുജനെ എപ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കുജൻ വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രഹമാണ്. കുജനെ നമ്മൾ എപ്പോഴും ബലപ്പെടുത്തണം. അതിനുള്ള പല വഴികളുമുണ്ട്. വീക്കാണെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അതിനനുസരിച്ച് അതിന് വേണ്ടതായ ചില ആക്ഷൻസ് ഉണ്ട്. അത് ചെയ്താൽ കുജൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിന്നെല്ലാം വളരെ മുന്നോട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകും. അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രധാനമായിട്ട് ഈ ഈ ഈ കുണ്ടലിനി ശക്തിനെ ശക്തിപ്പെടുത്തലാണ് ഒരു വഴി. ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി, ദറ്റ് കോയിൽഡ് എനർജി, അതിനെ ശക്തിപ്പെടുത്തിയാൽ മൂലാധാര ചക്രമുണ്ട്, റൂട്ട് ചക്ര എന്ന് പറയും. ആ ചക്ര കുജനുമായി ബന്ധപ്പെട്ടതാണ്. ആ മൂലാധാര ചക്രത്തെ ഉണർത്തി അതിനെ നമ്മൾ ശക്തിപ്പെടുത്തിയാൽ ആ ശക്തി നമ്മളെ അവസാനം വരെ എത്തും. ആ ശക്തി അങ്ങനെ നമുക്ക് മാനസികമായി നമ്മൾ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ മൂലാധാര ചക്രത്തിനെ ശക്തിപ്പെടുത്താൻ അതിനുള്ള യോഗകളുണ്ട്. ഈ പലതരത്തിലുള്ള ആസനങ്ങൾ, ശവാസനം എന്നൊക്കെ പറയും. അത് വളരെ നല്ലതാണ്. കുജനെ ശക്തിപ്പെടുത്താനും നമ്മളെ കുണ്ടലിനി ശക്തിയെ ബലപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് അത്. അല്ലെങ്കിലും ഭൂമിയുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടുന്നത് നമ്മുടെ ശരീരം, നഗ്നപാതന്മാരായി നടക്കുക കുജനെ ബലപ്പെടുത്താൻ പറ്റിയ ഒരു വഴിയാണ്. അതുപോലെ തന്നെ സസ്യവർഗങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ്, അതിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. ഇതൊക്കെ കുജനെ ബലപ്പെടുത്താൻ പറ്റിയ ഉപാധികളാണ്. സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക, എക്സസൈസ് എടുക്കുക. എക്സസൈസ് എന്തായാലും, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളുമായിട്ട് കുജന് വലിയ ബന്ധമാണ്. ആ മസിലുകളെ നമ്മൾ ശക്തിപ്പെടുത്തുന്നത് കുജനെ നമ്മൾ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇപ്പോഴും എക്സസൈസ് എടുക്കുന്നത് കുജനെ നമ്മൾ ആരാധിക്കുന്നതിന് തുല്യമാണത്. അങ്ങനെ രൂപപ്പെടുത്തി ബലപ്പെടുത്തിയാൽ ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കുജൻ വളരെ ഗുണങ്ങൾ ചെയ്യും. കാരണം അത് ആക്ഷൻ ഓറിയന്റഡ് പ്ലാനറ്റാണ്. കുജൻ ബലവാനായിട്ട് മകരത്തിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ സ്പോർട്സിലൊക്കെ ഉയർന്ന നിലയിലേക്ക് പോകാൻ പറ്റും. കാരണം അവർ വളരെ നല്ല ശക്തിയും ശാരീരിക ശക്തിയുള്ളവരായിരിക്കും. ബ്ലഡിൻ്റെ ഒക്കെ ഒരു ഉത്തരവാദിത്വം കൂടി ഉള്ളത് കൊണ്ട്, സ്വാധീനമുള്ളത് കൊണ്ട് എപ്പോഴും എനർജി ലെവൽ കൂടുതലായിരിക്കും കുജൻ ബലവാനായി നിൽക്കുന്ന രാശിക്കാർക്ക്. അതുപോലെ തന്നെ ഈ കുജൻ നമ്മുടെ ഈ ജാതക ചിന്തകളിൽ കുജനും ചന്ദ്രനും കൂടി നിൽക്കുന്ന ഒരു യോഗമുണ്ട്. ഇത് ശശിമംഗള യോഗം എന്നാ പറയുന്നത്. അത്തരം യോഗങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടായാൽ നമുക്ക് എന്നും നല്ല ഭക്ഷണം കിട്ടാനും നല്ല സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു യോഗമാണ്. ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരു യോഗമുണ്ട്, അഗ്നിമാരുത യോഗം. കുജനും ശനിയും ചേർന്നിട്ടുള്ള യോഗമാണത്. പക്ഷെ അത് ഒരു ദോഷയോഗമല്ല. അതിനെ നമ്മൾ നിയന്ത്രിച്ചാൽ, കാരണം രണ്ടും വളരെ പ്രധാനപ്പെട്ട, അഗ്നിയും മാരുതനുമാണ്, ശക്തിയാണത്. അത് ഒരു ചെറിയ കാലഘട്ടത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അത് എത്രത്തോളം നമ്മൾ കൊണ്ടു നടക്കുന്നു. ഈ ഒരു യോഗമുള്ളവർ എന്നും അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായാൽ മതി. കറക്റ്റായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അഗ്നിമാരുത യോഗക്കാർ വിജയിക്കാതിരിക്കില്ല. കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് അവരെ ഇന്നർ മനസ്സിലുണ്ട്. അവരെപ്പോഴും ജോലിക്ക് തയ്യാറാണ്. എപ്പോഴും ജോലിക്ക് തയ്യാറാകുന്ന ഒരാൾ അത് നല്ല ഒരു ലക്ഷ്യമാണെങ്കിൽ വിജയിക്കാതിരിക്കില്ല. അപ്പോൾ അവിടെ അഗ്നിമാരുത യോഗം ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അത് ഏത് കാലത്തും അവർ അഗ്നിമാരുത യോഗമുള്ള ആൾക്കാർ വളരെ പ്രായത്തിലും പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതായിട്ട്
നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു യോഗം കുജനും ശുക്രനും തമ്മിൽ അതൊരു സ്ത്രീ പുരുഷ യോഗമാണ്. ഒരു വലിയ യോഗം തന്നെയാണത്. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ജീവിതത്തിൽ നമുക്ക് ഈ എനർജിയും അതിൻ്റെ യൂട്ടിലൈസേഷനും വേണം. അത് പല രൂപത്തിലും നമുക്കത് ഉണ്ടാകും. അപ്പോൾ കുജനും ശുക്രനും കൂടി അതിന് വ്യാഖ്യാനങ്ങൾ പലതും സാധാരണ വരാറുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളെ ബേസ് ചെയ്ത് ഏത് രാശിയിൽ നിൽക്കുന്നു, ഏതാണ് ഭാവം എന്നൊക്കെ നോക്കിയിട്ടാണ് അതിനെ പൂർണ്ണമായിട്ടും ഒരു വിലയിരുത്തൽ നടത്തേണ്ടത്. അങ്ങനെ എല്ലാ കുജനും വ്യാഴവും നല്ലൊരു യോഗമാണത്. വളരെ ബുദ്ധിയും ധൈര്യവും ബുദ്ധിയും എല്ലാം ചേർന്നൊരു യോഗമാണത്. കാരണം വ്യാഴം ആദ്യം ദേവന്മാരുടെ ഗുരുവിനപ്പുറം സൈന്യാധിപൻ കൂടിയായിരുന്നു. അപ്പോൾ വ്യാഴത്തിന് കുജനോട് പ്രത്യേക പ്രതിപത്തിയുണ്ട്. വ്യാഴം പിൽക്കാലങ്ങളിൽ ഒരു ഉപദേശം കൊടുക്കുന്ന ഗ്രഹമായി മാറി. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധ മനസ്സ് വ്യാഴത്തിനുണ്ട്. അപ്പോൾ ഒന്നിച്ച് കുജൻ്റെ കൂടെ നിൽക്കുമ്പോൾ വ്യാഴം വളരെ ബലവാനാകുന്നു. അതുപോലെ കുജനും ആ ബലത്വം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും കഴിയും. അതാണ് ആ ഒരു കോമ്പിനേഷനുള്ള പ്രാധാന്യം. അതേ അവസരത്തിൽ ശുക്രനും കുജനും കൂടി വരുന്ന ആ ഒരു യുതി അത് സ്ഥാനങ്ങൾ നന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബലം കുറവ് വന്നാൽ ഏതെങ്കിലും ഗ്രഹത്തിന് അതിൻ്റെ ഫലങ്ങളും കുറച്ച് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കുജനും കേതുവും വൃശ്ചികരാശിയിൽ രണ്ടുപേരും ഒന്നിച്ചാണ്. ഒന്ന് ആധ്യാത്മികതയുടെ ഒരു പ്ലാനറ്റാണ് കേതു, കുജനാണെങ്കിൽ പ്രായോഗികതയുമാണ്. എന്നാലും അവരൊന്നിച്ചു പോകുന്നുണ്ട്. അത് ഈ വൃശ്ചിക രാശിയുടെ സങ്കീർണതകളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു രണ്ട് രാശിയുടെ ആധിപത്യം, അവിടെ രണ്ട് ഗ്രഹങ്ങളുടെ ആധിപത്യം വൃശ്ചിക രാശിക്ക് കൊടുത്തത്. മറ്റു കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറയുന്നു, കുജൻ ബലവാനാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ദോഷമാകുമ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ യുദ്ധത്തിൽ തയ്യാറെടുപ്പിന് നമ്മൾ ഉണ്ടാവില്ല, ദോഷം വീക്കായിട്ടുള്ള കുജനാകുമ്പോൾ. നല്ല കുജനാണെങ്കിൽ കുജൻ പല കാര്യത്തിലും പല തുറകളിലും നമ്മൾ ഉന്നതിയിലേക്ക് എത്തിക്കും. കുജനെ നോക്കിയിട്ട് ഈവൻ ഈ മെഡിക്കൽ ഫീൽഡ് നല്ല സർജറി നടത്താൻ പറ്റി കുജൻ ബലവാനാണെങ്കിൽ ആ ആൾക്കാർ നല്ല സർജറിക്കൊക്കെ കഴിവുള്ള ആൾക്കാരായിരിക്കും, സ്പോർട്സ്മാൻമാരായിരിക്കും, ജിംനാസ്റ്റിക്സ് ആയിരിക്കും. അവർക്കൊക്കെ ജിംനാഷ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണ്. കുജൻ ബലവാനാണെങ്കിൽ അവർ നല്ല ജിംനാസ്റ്റിക്സ് ഒക്കെ ആകും. അതുപോലെ തന്നെ കുജൻ ഭൂമികാരകത്വമുള്ളതുകൊണ്ട് ഭൂമി സംബന്ധമായ ജോലികൾ, അത് കൃഷിയാകട്ടെ അല്ലെങ്കിൽ ഭൂമിയെ ഡെവലപ്മെന്റ് ചെയ്യുന്നതാകട്ടെ, അങ്ങനെ പല തുറകളിലും, ബിസിനസിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ കുജൻ ബലവാനാണെങ്കിൽ വളരെ അനുകൂലമായിട്ട് നമുക്ക് അത്തരം പ്രവൃത്തികളിൽ വിജയിക്കാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ കുജൻ ഈ കാരകത്വമുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുജൻ വളരെ ബലവാനായാലും പനി അല്ലെങ്കിൽ ചൂട് സംബന്ധമായിട്ടുള്ള ഉഷ്ണം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എല്ലാം ഈ ഒരു കുജന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങളാണ്. അത് നമ്മൾ നിയന്ത്രിച്ചാൽ അത് ആ അസുഖങ്ങളൊന്നും ഒരിക്കലും ഫാറ്റലായിട്ട് വരാറുമില്ല. നമ്മൾ ജീവൻ എടുക്കുന്ന അസുഖങ്ങളൊന്നും സാധാരണയായി കുജൻ തരാറില്ല. നമ്മൾ എക്സസൈസും അങ്ങനെ കുജന് വേണ്ട അനുകൂലമായിട്ടുള്ള ദിനചര്യകളൊക്കെ ചെയ്താൽ എന്നും കുജൻ നമുക്ക്
അനുകൂലനായിട്ട് വരും, ആരോഗ്യമുണ്ടാക്കും, സൗന്ദര്യമുണ്ടാക്കും, പല മേഖലകളിലും വിജയം നേടാനും കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുജനെ ബലപ്പെടുത്തുക. ഇത് ജാതകത്തിൽ കുജൻ ബലവാനല്ലെങ്കിൽ അത് നമ്മൾ ബലപ്പെടുത്തണം. ബലപ്പെടുത്തുവാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായി പലതും ഉണ്ടാകും. അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അതിനുള്ള പ്രതിവിധി ചെയ്യുക. കൂടുതലായി ഞാൻ പറയുന്നില്ല. തൽക്കാലം ഇത്രമാത്രം.